ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാരങ്ങാച്ചാറാണ്. സാധാരണ നമ്മൾ ചുമന്ന നാരങ്ങാച്ചാറാണ് കാണാറ്, ഇത് വെളുത്ത നാരങ്ങാച്ചാറാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വെള്ള നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ട്. നമ്മളൊരു 10 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല വലുപ്പമുണ്ട്, നല്ല നീരൊക്കെയുള്ള വലിയ നാരങ്ങയാണ്. അപ്പോൾ 10 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ആവി കയറ്റി വാട്ടിയെടുക്കുകയാണ്. അപ്പം ഇത് അപ്പച്ചമ്പിൽ വെച്ചിട്ട് നമ്മളിത് ആവി കയറ്റി വാട്ടിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് വാടി വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇനി ചെയ്യാം. നല്ല ഉണ്ട നാരങ്ങ, അടിപൊളി. അപ്പോൾ നമ്മൾ നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള കാന്താരി പറിക്കുകയാണ്. കാന്താരിയാണ് നമ്മൾ മെയിനായിട്ട് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇപ്പം വിൻ്റർ തുടങ്ങിയോണ്ടാണ് നമ്മുടെ ഇതെല്ലാം എടുത്ത് ഉള്ളിൽ വെച്ചേക്കുന്നത്. അതുകൊണ്ട് കണ്ടോ, സുഖമാണ്. സോഫയിലിരിക്കുക, കാന്താരി പറിക്കുക, അച്ചാറിടുക. എന്നാ സൗകര്യമാണല്ലേ. എന്ത് ചെയ്യുന്ന പറ. അവിടെ കറിവേപ്പിലൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് ഉള്ളിൽ ഇപ്പോൾ വെച്ചേക്കുകയാണ്. പുറത്ത് നല്ല തണുപ്പ് തുടങ്ങി. നമ്മളിപ്പോൾ ഉള്ളിലെടുത്ത് വെച്ചില്ലെങ്കിൽ എല്ലാം വാടി തുടങ്ങും. ഓക്കെ, അപ്പോൾ അപ്പം അവിടെ ആവശ്യത്തിന് കാന്താരി പറിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി പരിപാടികളിലേക്ക് പോകാം. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നല്ല നീരുണ്ടെന്ന്. നല്ല നീരുണ്ട്, കണ്ടോ. കട്ട് ചെയ്ത് നാരങ്ങ വെള്ളം പിഴിഞ്ഞ പോലെ ഇരിക്കുകയാണ്, കണ്ടോ. അപ്പോൾ നമ്മളെല്ലാം നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 നാരങ്ങ എടുത്തിട്ടില്ല, നല്ല വലിയ സൈസുള്ള 10 നാരങ്ങ. നമ്മൾ പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഉരുളി ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കോൺ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അത്ര ഉത്തമമല്ല. നമ്മൾ കോൺ ഓയിൽ എല്ലാം വെജിറ്റബിൾ ഓയിൽ, നല്ലെണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളാണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ആവശ്യത്തിന് കോൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടാവണം. ഇൻഗ്രീഡിയൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എണ്ണ ചൂടാകുമ്പോഴത്തേനും നമ്മൾ ഉലുവയുണ്ട്, ഇത് കായം, പിന്നെ ഇത് നമ്മുടെ വെല്ലം, പിന്നെ മുളക് എടുത്തിട്ടുണ്ട്, കാന്താരിയുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്. കറിവേപ്പില എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് എടുത്തേക്കുന്നത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത്യാവശ്യം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇഞ്ചിയുണ്ട്, പിന്നെ നമ്മുടെ ചുമന്ന മുളക്, വറ്റൽ മുളകില്ലേ, അതാണ്. അപ്പം ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ഉള്ളത്. ഈ വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നത് എരിവ്, പുളി അതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതെല്ലാം നിങ്ങളുടെ രുചിക്ക് അനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പില്ലാത്ത പരിപാടിയില്ലല്ലോ നമുക്ക്. പിന്നെ കടുക്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളും കൂടി നമുക്ക് വേണം. ഇനി നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം കടുക് കൂട്ടിയതിന് ശേഷം നമ്മൾ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉലുവ പൊടിയല്ല, ഉലുവ നേരിട്ടല്ലാതെ തന്നെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ വറ്റൽ മുളക് പൊട്ടിച്ചിടുകയാണ് കേട്ടോ, വറ്റൽ മുളക്. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാം നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കായം ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മൂത്തതിന് ശേഷം കറിവേപ്പില ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പച്ചമുളക്, കാന്താരി അതെല്ലാം കൂടി ആഡ് ചെയ്യാം. ഓക്കെ,
അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ പച്ചമണം മാറി തുടങ്ങി. ഒരുപാട് നമ്മൾ വഴറ്റുന്നില്ല. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. നല്ല നീരുള്ള നാരങ്ങയാണ്. അതും കൂടി ആഡ് ചെയ്യുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. നിങ്ങളിനി ഇതൊരു 6-7 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നൊരു അച്ചാറാണ്. ഭയങ്കര സിമ്പിളാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഒരു 1/2 മണിക്കൂറും കൊണ്ട് നമുക്ക് എല്ലാ പരിപാടികളും തീർത്ത് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിനീഗർ ഒഴിക്കാറുണ്ട്. ഇതിനകത്ത് നമ്മൾ വിനീഗർ ഒഴിക്കുന്നില്ല. കാരണം നല്ല നീരുണ്ടായിരുന്നു, നല്ല പുളിയുള്ള നാരങ്ങയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിനീഗർ ഒഴിക്കുന്നില്ല. പുളിയൊക്കെ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിനീഗർ എന്തായാലും ആഡ് ചെയ്യണം. അപ്പം നമ്മളിവിടെ ആഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പം അവസാനമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെല്ലമാണ്. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ വെല്ലം. അപ്പം എരിവ്, പുളി അങ്ങനെയുള്ള എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെല്ലം ആഡ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ വെല്ലം ആഡ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ അടിപൊളി അച്ചാർ തയ്യാർ. കേട്ടോ, എന്ത് സിമ്പിളാണ്. ഓക്കെ, നമ്മൾ അപ്പം ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ. ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ അവസാനം ഉപ്പ് അളവൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ആഡ് ചെയ്യണം. ഓക്കെ, അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ വെള്ള നാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ, നല്ല അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ നാരങ്ങ അച്ചാർ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.